എൻ്റെ അമ്മ ഇതെന്തൊരു ഫോട്ടോസാണ് ഗൈസ്, എന്തൊരു ക്വാളിറ്റി, ഒരു രക്ഷയില്ല കേട്ടോ, ഭീകരം. മോനെ Xiaomi 15 ആക്ച്വലി ഇത് കാണാനായിട്ടൊക്കെ കഴിഞ്ഞ കൊല്ലം ഇറങ്ങിയ Xiaomi 14 പോലെ തന്നെ ഇരിക്കുകയാണ്. ലുക്കിനകത്തൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ലുക്ക് അറ്റ് ദ സൈസ്, ശരിക്കും ഒരു കോമ്പാക്ട് ഫോണാണ്. ഒരു സ്മാർട്ട് ഫോൺ കൊടുക്കാൻ പറ്റുന്ന ശരിക്കുള്ള കറക്റ്റ് ആയിട്ടുള്ള സൈസ് ആയി ഫോൺ കൊടുത്തിരിക്കുന്നത്. കയ്യിലും പോക്കറ്റിലും ഒക്കെ ഒതുങ്ങി അങ്ങിരുന്നുള്ളൂ, അത്രയ്ക്ക് കോമ്പാക്ട് ആണ്. പക്ഷേ ഫോൺ കോമ്പാക്ട് ആണെങ്കിലും ഇതിലുള്ളിലിരിക്കുന്ന സാധനങ്ങളൊക്കെ ഭീകരന്മാരാണ്. സ്നാപ്ഡ്രാഗന്റെ 8 ഫ്ലാഗ്ഷിപ്പ് ചിപ്സെറ്റ് ആണ് ഇരിക്കുന്നത്. സോ പെർഫോമൻസിന്റെ കാര്യത്തിൽ ഒരാശങ്കയും വേണ്ട, പവർഫുൾ ആണ്, പറക്കും. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോഴത്തേക്ക് 6.3 ഇഞ്ചിന്റെ ഒരു ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ്. ശരിക്കും ബെസൽ ഭയങ്കര തിന്നാക്കിയിട്ടുണ്ട് ഈ പുതിയ ഫോണിനകത്ത്. സൂക്ഷിച്ച് നോക്കില്ല എന്നുണ്ടെങ്കിൽ ബെസൽ ഇല്ല എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. 120 Hz LTPO AMOLED ഡിസ്പ്ലേ, ഡോൾബി വിഷന്റെ സപ്പോർട്ട് വരുന്നുണ്ട്. സോ നല്ല ബട്ടറി സ്മൂത്ത് ആയിട്ടുള്ള ഉഗ്രൻ ഡിസ്പ്ലേ ആണ്, ഒഴുകി നിൽക്കും. ഇനി പ്രധാനപ്പെട്ട കാര്യം ക്യാമറയുടെ കാര്യം. ലെജൻഡറി ക്യാമറ മേക്കേഴ്സ് ആയ ലൈക്കയായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് ലൈക്കയുടെ കളർ സയൻസും ഒപ്റ്റിക്സും എല്ലാം യൂസ് ചെയ്തിട്ടുള്ള ഗംഭീരമായിട്ടുള്ള ക്യാമറ. ഇതിനകത്ത് വരുന്ന ഫോട്ടോ അതിപ്പോൾ പഴയ Xiaomi 14 ആണെങ്കിലും ഫോട്ടോയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല, ഉഗ്രം ഫോട്ടോസ് ആണ് കിട്ടുന്നത്. റയർ സൈഡിൽ വരുമ്പോഴത്തേക്ക് 3 ക്യാമറ, വൈഡ് ആംഗിൾ, ടെലിഫോട്ടോ, അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ, 50 മെഗാ പിക്സലാണ്. സെൽഫി ക്യാമറ വരുമ്പോഴത്തേക്ക് 32 മെഗാ പിക്സലാണ്. എല്ലാ ക്യാമറയിലും നമുക്ക് 4K വീഡിയോയും ഷൂട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ ഇതിന്റെ ടെലിഫോട്ടോ ലെൻസിനകത്ത് 2.6x ഒപ്റ്റിക്കൽ സൂമും വരുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ഇൻബിൽട്ട് ആയിട്ട് കുറെ ഫിൽറ്റേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതും സൂപ്പറാണ്, ശരിക്കും ഭയങ്കര എസ്തെറ്റിക് ആയിട്ടുള്ള ഫീൽ കൊടുക്കുന്ന ഫിൽറ്റേഴ്സ് ആണ് ഇതിനകത്ത് ഇൻബിൽട്ട് ആയിട്ട് വന്നിരിക്കുന്നത്. എസ്പെഷ്യലി ഇതിനകത്ത് ഒരു ലൈക്കയുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുന്ന ഹൈ കോൺട്രാസ്റ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന ഫിൽറ്റർ ഉണ്ട്. എൻ്റെ പോലെ ഒരു രക്ഷയില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ ഈ ഫോണിനകത്ത് ഫോട്ടോ എടുക്കാൻ ഇഷ്ടം ആ ഫിൽറ്റർ ഇട്ടാണ്. കിഡിലം ക്വാളിറ്റിയാണ്, അടിപൊളി ഡീറ്റെയിലിംഗ് ആണ്. സോ ക്യാമറയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരുവിധ ഡൗട്ടും വേണ്ട, കിഡിലം ക്യാമറയാണ്, ഉഗ്രൻ ഡീറ്റെയിലിംഗ് ആണ് ഫോട്ടോയ്ക്കെല്ലാം. പിന്നെ LPDDR5X റാം, UFS 4.0 സ്റ്റോറേജ്. സോ ഡാറ്റ ട്രാൻസ്ഫറിനൊന്നും യാതൊരു ലാഗും ഉണ്ടാവില്ല, നല്ല ഫാസ്റ്റ് ആയിട്ട് നടക്കും. ഓൾസോ പഴയ ഒപ്റ്റിക്കൽ മാറ്റിയിട്ട് അൾട്രാസോണിക് ആക്കിയിട്ടുണ്ട് ഫിംഗർ പ്രിന്റ്. സോ അൺലോക്ക് ചെയ്യുന്നതൊക്കെ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് നടക്കും. കോമ്പാക്ട് ഫോൺ ആണെങ്കിലും ഇതിനകത്ത് 5240 mAh സിലിക്കൺ കാർബൺ ടെക്നോളജിയോട് കൂടി ലിഥിയം അയോൺ ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അത്യാവശ്യം നിങ്ങൾക്ക് യൂസ് ഉണ്ടെങ്കിൽ പോലും ഒരു ദിവസം ഈസി ആയിട്ട് ഈ ഫോണിന്റെ ബാറ്ററി നിന്നോളൂ. കൂടാതെ 50 വാട്ട്സിന്റെ അഡാപ്റ്ററും കേബിളും ബോക്സിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഫാസ്റ്റ് ആയിട്ട് തന്നെ ചാർജ് ആവുന്നുണ്ട്. 50 വാട്ട്സിന്റെ വയർലെസ് ചാർജിങ് വരുന്നുണ്ട്. പോരായ്മ എന്തോന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ക്രീൻ സൈസ് ചെറുതായിട്ട് തന്നെ ഗെയിം കളിക്കുന്നവർക്ക് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നും. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഫോണിലൊക്കെ സിനിമ കാണുന്നവർക്കും ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തേക്കാം. അല്ലാത്ത പക്ഷം ദിസ് ഇസ് എ ബെസ്റ്റ് ഓൾറൗണ്ടർ പെർഫോമൻസ് ഫോൺ. വേറെ ഒരു ഇൻട്രസ്റ്റിംഗ് ക്യാച്ച് എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ 12GB 512GB മോഡൽ നിങ്ങൾക്ക് ബാങ്ക് ഓഫർ എല്ലാം കഴിഞ്ഞിട്ട് 60,000 രൂപയ്ക്ക് കിട്ടും. അതുകൂടാതെ പ്രീ ബുക്ക് ചെയ്യുന്നവർക്ക് 10,000 രൂപയുടെ ബെനിഫിറ്റ്സും Xiaomi കൊടുക്കുന്നുണ്ട്. സോ പുതിയ സ്മാർട്ട് ഫോൺ എടുക്കാൻ നിൽക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചുമ്മാ ഈ വീഡിയോ ഷെയർ ആയി കൊടുത്തോളൂ. ദാറ്റ്സ് ഇറ്റ് ഗൈസ്, ബൈ.